എന്നോട് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി നാമത്തില് അറിയിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് 1981 എനിക്ക് സാക്ഷ്യം പറയാൻ പോലും എനിക്ക് മടിയാ. കാരണം കൂടി വരുന്ന ചർച്ചില് പറയാൻ തിരത്താഴം എടുക്കണമെങ്കിൽ സാക്ഷ്യം പറഞ്ഞവർക്ക് കൊടുക്കത്തുള്ളൂ. അപ്പൊ അത് സാക്ഷ്യം പറയാൻ എനിക്ക് പേടിയാ. അപ്പൊ ഞാൻ തൂണിന്റെ പുറകിലൊക്കെ നിന്നുകൊണ്ടാണ് ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇരിക്കും. തിരത്താഴം കടിക്കാനുള്ള മോശമില്ലേ? അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ദൈവം എൻ്റെ പ്രീതിയോട് അത് കഴിഞ്ഞ് അമേരിക്ക വന്നു കഴിഞ്ഞ് 82 അമേരിക്ക വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അമ്മച്ചി എൻ്റെ 2ാമത്തെ വയസ്സിൽ കർത്താവിൽ എനിക്ക് വേണ്ടി പ്രതീക്ഷിച്ചതാണ്. മരിച്ചുപോലെ ആയിത്തീരുന്നു. കർത്താവ് എൻ്റെ അപ്പച്ചൻ പറഞ്ഞു അമ്മ മരിച്ചു പോവാന്ന് പറഞ്ഞു. അമ്മച്ചി കയ്യിലെടുത്ത് പറഞ്ഞ് കർത്താവിൽ എനിക്ക് വേണ്ടി ഞാൻ ഇന്നെ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. ദൈവകരങ്ങളിലേക്ക് കൊടുത്തു. ജീവൻ മടക്കി കെട്ടി. മടക്കി കഴിഞ്ഞാൽ നാട്ടിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് അമ്മച്ചി പറഞ്ഞു നീ ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം. ഞാൻ പറഞ്ഞു ചേട്ടനോട് പറഞ്ഞാൽ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നോട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്തെ പാസ്റ്റർമാരുടെ കഷ്ടം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പാസ്റ്റാകാൻ തോന്നത്തില്ല. കാരണം അന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സൈക്കിളും കാണും, ഒരു കുടയുമുണ്ട്, ഇത്രയേ ഉള്ളൂ, ഒരു ബാഗും ഉണ്ട്. അതുകൊണ്ട് ആ പാസ്റ്റർമാർ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭാരം തോന്നും. ഞാൻ ഒരു കാലത്തും പാസ്റ്റാകണ്ട, പാസ്റ്റർമാരെ ഹെൽപ്പ് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ അമ്മച്ചി പറഞ്ഞു ഞാൻ നിന്നെ കർത്താവിന് എനിക്ക് വേണ്ടി പ്രതീക്ഷിച്ചു. അമ്മച്ചി പറഞ്ഞു അങ്ങനൊക്കെ ചെയ്തു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ 52 അമേരിക്ക വന്നപ്പോ അമ്മച്ചി കർത്താവ് 5 വർഷമേ കൊടുക്കാവൂ, 5 വർഷമേ കൊടുക്കാവൂ എന്നും പറഞ്ഞ് അമ്മച്ചി പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥിച്ച് പറഞ്ഞു. കറക്റ്റ് 5ാമത്തെ വർഷത്തിൽ ദൈവം തൊട്ടു. ഇവിടെ വന്നു പ്രേസിലോട് എന്തിനാ വന്ന് പണം ഉണ്ടാക്കാൻ വന്നു? അല്ല പാസ്റ്റാകാൻ വന്നല്ലോ അമേരിക്കയില്. അപ്പം ദൈവാത്മാവ് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെ ദാഹിക്കും. കാരണം ഒരു വീട് വാങ്ങിച്ച വേറൊരു വീട് വാങ്ങിക്കണം, വേറെ കാർ വാങ്ങിക്കണം, മറ്റേ കാർ വാങ്ങിക്കണം, അവരുടെ കാർ പോലെ ഇവരുടെ കാർ വാങ്ങിക്കണം, അങ്ങനൊക്കെ തോന്നൽ ഒത്തിരിയും വരും. ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെ ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിച്ചാൽ പിന്നെ ആ ദാഹം അവസാനിക്കും. ലോകത്തോടുള്ള ആഗ്രഹം അവസാനിക്കണം. ദൈവം തരുന്ന വെള്ളം കുടിക്കണം. ഉണ്ടല്ലോ അതിനോടുള്ള അതൊക്കെ വേണം. അതൊന്നും നമുക്ക് ആഗ്രഹമല്ലാതെ വരും. അതൊക്കെ ചപ്പും ചവറും നെണ്ണ രീതിയിൽ വരും. ദൈവം കൊടുക്കുന്ന വെള്ളം കുടിക്കാൻ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കണമെന്ന് അവൻ ഒരു നാളും ദാഹിക്കത്തില്ല, ആ ദാഹം വരത്തില്ല. വേണ്ട നല്ല പറഞ്ഞ് എല്ലാം വേണം. അമേരിക്ക വന്ന് വീടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വീട് വാങ്ങിക്കും, മറ്റൊരു വീട് വാങ്ങിക്കണം എന്നൊക്കെ തോന്നും. കറക്റ്റാ. ഒരു ജോലി ചെയ്ത് വേറൊരു ജോലിയോട് കുറച്ചുകൂടെ പൈസ ഉണ്ടാവും, ഓവർ ടൈം ചെയ്യണം എന്നൊക്കെ തോന്നും. എന്നാൽ കറക്റ്റ് 5ാമത്തെ വർഷത്തിൽ ദൈവം തൊട്ടു. ദൈവത്തിനറിയാം എവിടാ തുടങ്ങിയത്. പൗലോസും ശീലാസും ആരാധിച്ചു. അവർക്ക് ഒരു ക്ലൂ ഇല്ലായിരുന്നു എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്. ദൈവം നീ ആരാധിച്ചാൽ മതി, ഞാൻ ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്തോളാം. കാരാഗ്രഹത്തിലെ ആരാധനയിൽ എന്ത് നടന്നു? കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുങ്ങി, കേട്ടുനിന്നുകളുടെ ചങ്ങളെ അരിഞ്ഞു. പിന്നെ ഇതാ കാരാഗ്രഹ പ്രമാണി വന്ന് മുട്ടമേ വീഴുന്നു. തന്നെത്താനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അയ്യോ യജമാന്മാരെ, പ്രൈസിലോട് അയ്യോ കാരാഗ്രഹ പ്രമാണി പറയുന്നു നിനക്ക് തന്നെ ദോഷം ചെയ്യരുത്, ഞങ്ങളിവിടെ ഉണ്ട്. പിന്നെ ഇതാ യജമാന്മാരെ, രക്ഷ പ്രാപിക്കാൻ എന്ത് വേണം? രാത്രി തന്നെ സ്നാനം നടക്കുന്ന ഒരു ആരാധനയിൽ നടന്ന കാര്യങ്ങൾ രാത്രി സ്നാനമുണ്ടെന്നും ചിന്തിച്ചില്ല. ഇതുപോലെ ദൈവത്തിനറിയാം എവിടാ തുടങ്ങിയത്, എപ്പോ തുടങ്ങും ദൈവത്തിനറിയാം. അതുകൊണ്ട് എല്ലാം പ്രാർത്ഥിച്ചു ആ പേടി ഞാൻ ഓർത്തു. ഞാൻ പലപ്പോഴും പറഞ്ഞത് വീട്ടിൽ മീറ്റ് മാറ്റണം വന്നിട്ട് എവിടെ ബെഡ്റൂമിൽ വെക്കും. ബെഡ്റൂമിലോ ലിവിംഗ് റൂമിലോ ഒന്നും വെക്കത്തില്ല. മീറ്റ് വാങ്ങിച്ചിട്ട് എവിടെ ഫ്രീസറിൽ വെക്കുക. അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മീറ്റിനെ പറ്റി 2 മാസം ഇരുന്ന് കുക്കിയാക്ക് വലുതുമുണ്ട്, ആർക്കും വരിയില്ല. എന്നാൽ ബെഡ്റൂമിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം വരി വരും. എന്തോ നമ്മൾ ദൈവകരങ്ങളിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ അങ്ങ് അടച്ച് നമ്മൾ പിന്നെ എല്ലാവരോടും പറയോ നമ്മുടെ വീട്ടിലൊരു 5-10 പൗണ്ട് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഞാനെപ്പറ്റി അങ്ങ് പറയാണ്. നീ എന്തിനും പറയുന്ന എവിടാ വെച്ചിരിക്കുന്നത്? ഫ്രീസറിലാണെങ്കിൽ പറയില്ല, ബെഡ്റൂമിലാണെങ്കിൽ പറയുണ്ട്. എവിടെ അങ്ങോട്ട് വെച്ചിരിക്കും? ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ പറയില്ല. എന്റെ ദൈവത്തിനറിയാം എപ്പോ എടുത്ത് മുച്ച് ചെയ്യണം. ദൈവത്തിന്റെ സമയം വരുമ്പോൾ അവിടെ നേരോട് വിധിക്കും.
പുറത്തെടുത്തുകൊണ്ടുണ്ടല്ലോ കറക്റ്റ് ടൈമിൽ പോലും ദൈവം ചെയ്യും. അതുകൊണ്ടൊന്നും പറയേണ്ട, ദൈവരങ്ങളെ കേൾപ്പിച്ച് കൊടുത്തേക്കണം. നമ്മുടെ വിഷയങ്ങളൊക്കെ എന്നെ നന്നായി അറിയുകയും നമ്മളെക്കാൾ കൂടുതലായിട്ട് നമ്മളെ അറിയാവുന്ന ഒരാളാണ് ദൈവം. നമ്മുടെ തലയിലെ മുടി എത്ര ഉണ്ടെന്ന് നമുക്കറിയത്തില്ല, ദൈവത്തിനറിയാം. ഇങ്ങനെ അറിവുള്ള ഒരു ദൈവത്തെയാണ് ദൈവം നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ കയ്യിലെ മുദ്ര അറിയുന്ന ദൈവം. സകല മനുഷ്യരെ തിരിച്ചറിയേണ്ടത് നമ്മൾ കൈക്കൊരു മുദ്ര കൊടുത്തിരിക്കുന്നതാണ്. ഈ ദൈവത്തിന് മുൻപാകെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ വിഷയങ്ങളെയൊക്കെ ഉണ്ടല്ലോ ദൈവകരങ്ങളിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, പ്രീസർ എന്ന് പറഞ്ഞാൽ വചനത്താലും പ്രാർത്ഥനയാലും സ്നേഹത്താലുള്ള പ്രീസറാണ്. വചനവും പ്രാർത്ഥനയും ആരാധനയും പിന്നെ സ്നേഹവും വേണം. ഈ ഫ്രീസറിനകത്തോട്ട് എടുത്തങ്ങ് വെച്ചാൽ മതി, അടച്ചാൽ മതി. പിന്നെ ആരോട് പറയാനും പോലും പോകണ്ട. പവർ ഉണ്ടോന്ന് അറിയേണ്ടി. ഫ്രീസറാന്ന് പറഞ്ഞാലും ഇലക്ട്രിസിറ്റി പവർ ഇല്ലെങ്കിൽ അത് യൂസ്ലെസ്സാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ തീ കത്തിക്കൊണ്ടിരിക്കണം. ആത്മാവിന്റെ തീ കത്തിക്കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല. എല്ലാ വിഷയങ്ങളും അവിടെ വെച്ച് ആ വിഷയത്തെ പറ്റി ആരും എന്റെ വീട്ടിൽ 5 പൗണ്ട് വീട്ടും സാൽമനും ഒത്തിരി മാറ്റി വെച്ചിരുന്നു. അതേപ്പറ്റി ഞാൻ അങ്ങ് പറയുകയാണ്. അയ്യോ നീ പറയുന്നു, എന്തോ പറയുന്നതിന് കാരണം ഫ്രീസറില്ലയോ? പറയാ, ഭയങ്കര പറയാ. എടുത്ത് ഫ്രീസറെ വെച്ചിട്ട് ദൈവത്തെ സൂക്ഷിച്ചാൽ മതി. ഇങ്ങനെയാണ് ദൈവപ്രവൃത്തികൾ വരുത്തുന്നത്. അത് പെർഫെക്റ്റ് എക്സാമ്പിൾ, ഫ്രീസറിൽ വെച്ച പെർഫെക്റ്റ് എക്സാമ്പിൾ ആരാന്നറിയാം? ജോസഫാണ്. 7 വർഷം കാരാഗ്രഹത്തിൽ കിടന്നു. എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഒരു കുറ്റം ചെയ്യാത്ത ഒരാളിനെ കാരാഗ്രഹത്തിലിരുന്നു. നമ്മളന്ന് നേരം വിളിക്കുന്ന വൈകുന്നവരെ ഇരുന്ന പരാതി പറഞ്ഞിരുന്നത്. ആ സ്ത്രീ എന്നോട് ഈ ടേക്ക് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേനെ. സ്ത്രീയെ പറ്റിയും പറയാൻ പോലും ഒന്നും പറ്റില്ല. അപ്പം ജോസഫ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മിനിസ്റ്റർ ചെയ്യുക. അതിന്റെ മിനിസ്റ്റർ എന്ന് പറയണം. അതിന്റെ മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പൽ. അതിന്റെ മിനിസ്റ്റർ. ആ മിനിസ്റ്റർ പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അനുഭവം പറയാം. 1994 96 തോന്നുന്നു. ബാംഗ്ലൂരിൽ അന്ന് ബാംഗ്ലൂർ സിറ്റിയിൽ ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഓഫീസിന്റെ പ്രവർത്തനം, മാസിക പ്രവർത്തനം നടത്തിയുണ്ട്. അവിടെ ഓറീസായിന്ന് ഒരു ബ്രദർ അവിടെ വന്ന് കമ്പ്യൂട്ടറിന്റെ ജോലിയൊക്കെ ചെയ്യുന്നു. ബൈബിൾ കോളേജ് പഠിച്ച അവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നു. അപ്പം സിറ്റിക്കകത്തൂടെ, എനിക്കന്ന് കാറില്ല, സിറ്റിക്കകത്തൂടെ പോകണമെങ്കിൽ ബൈക്ക് ഉണ്ടെങ്കിൽ എളുപ്പമാണ്. എവിടെ ഏത് ട്രാഫിക് ഇവിടെ കയറി പോവാം. ബൈക്ക് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പം 1-ാം തീയതി ആകുമ്പോൾ ഉണ്ടല്ലോ പോലീസുകാർ എവിടെയും പട്ടം കറങ്ങി നിൽക്കുക. എന്തിനാണെന്നറിയാമോ? ഏത് ബൈക്കിനെ കാണുമ്പോൾ പിടിച്ചിട്ട് എന്തെങ്കിലും പൈസ വാങ്ങിക്കാൻ. അതാണ് പോലീസുകാരുടെ ജോലി. അത് അവിടെ ഇവിടെ എല്ലാം കുത്തി നിന്ന് എല്ലാ ബൈക്കിനും പിടിച്ചു നിർത്തും. ഈ ഓഫീസർക്കാരൻ വണ്ടി ഓടിച്ചോണ്ട് ബൈക്കും ഓടിച്ചോണ്ട് ഞാൻ എൻ്റെ പുറകെ ഇരിപ്പുണ്ട്. സിറ്റി പോയി തിരിച്ചു വരുമ്പോൾ ഉണ്ടോ നമ്മുടെ വീടിനോട് അടുത്ത് കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷൻ അവിടെ വന്നപ്പോൾ പോലീസുകാരൻ കൈ മാറ്റി അവിടെ വണ്ടി നിർത്തിയപ്പോൾ ഈ ഓറീസക്കാരൻ്റെ ലൈസൻസ് ഒന്നുമില്ല. വണ്ടി ഓടിക്കാൻ അറിയാൻ ലൈസൻസ് ഇല്ല. അപ്ഡേറ്റിന് ലൈസൻസ്. എന്നോട് വണ്ടി നിർത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷേ എൻ്റെ ലൈസൻസ് ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പം ആദ്യം പോലീസുകാരനോട് ചോദിച്ചു ലൈസൻസ് എന്ത് ചെയ്യാന്ന് ചോദിച്ചു. ലൈസൻസ് തരാൻ പറഞ്ഞു. അവനെന്തായെന്നറിയാമോ? ഒറിയ ഭാഷ മാത്രം അങ്ങോട്ട് സംസാരിച്ചു. മൊത്തം ഒറിയ ഭാഷ. ഇംഗ്ലീഷും പറഞ്ഞില്ല, ഹിന്ദിയും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഒറിയ ഭാഷ മാത്രം അങ്ങോട്ട് പറയാൻ തുടങ്ങി. ആ പോലീസുകാരൻ എന്ത് മനസ്സിലാക്കും? അപ്പൊ എന്റെ മുഖത്തോട് തിരിഞ്ഞു. ലൈസൻസ്. ഞാൻ പണ്ട് പുറകിരിക്കുന്ന ആളോട് എങ്ങനെ ലൈസൻസ് ചോദിക്കുന്നു? എന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മിനിസ്റ്റർ. അതിലെ മിനിസ്റ്റർ എന്ന് പറഞ്ഞു. അത് ചോദിച്ചു യു മിനിസ്റ്റർ? ഞാൻ പറഞ്ഞു ഞാൻ മിനിസ്റ്റർ. അപ്പൊ അതേ രാജ്യം അവിടുത്തെ വിധാനസൗധയിൽ എങ്ങനെ ജോലി ചെയ്യുന്ന മിനിസ്റ്ററിന്റെ റെപ്രസെന്റേറ്റീവ് ഏതാണ്ടായിരിക്കും. ഞാൻ യു ആർ എ മിനിസ്റ്റർ എന്ന് ചോദിച്ചു. മിനിസ്റ്റർ ആണെന്നോ ചോദിച്ചു. ആണോ, ഐ എം എ മിനിസ്റ്റർ. യു ഗോ. മിനിസ്റ്റർ ആണെ പോവാനും ഞാനൊന്ന് തിരിച്ചു പോയി കേട്ടപ്പോ തന്നെ എനിക്ക് മിനിസ്റ്റർ എന്ന് അദ്ദേഹം വിചാരിച്ച അവിടുത്തെ മന്ത്രി, അവിടുത്തെ വിധാനസൗധയിൽ അങ്ങനെ ജോലി ചെയ്യുന്ന ആരാണ് മിനിസ്റ്റർ എന്ന് പറഞ്ഞപ്പം മിനിസ്റ്റർ എങ്ങനെ ബൈക്കിന്റെ പുറകെ ഇരിക്കുന്നതൊക്കെ ചിന്തിക്കുകയാണ്. പോലീസുകാരൻ പറഞ്ഞു പൊക്കോളാം, വേഗം പൊക്കോളാം. അത് കഴിഞ്ഞ് ആരോടെങ്കിലും മിനിസ്റ്റർ പറയുമ്പോൾ എല്ലാം ആ സംഭവം എപ്പോഴും ഞാൻ ഓർക്കും. ആ ബൈക്കിന്റെ പുറകെ ഇരുന്നതും മിനിസ്റ്റർ ആയിരുന്നു എല്ലാം ഓർക്കും. സ്തോത്രം. ലൈസൻസില്ല വണ്ടി ഓടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഏത് അവസ്ഥയിലും ദൈവം നമ്മളെ സഹായിക്കുമേ.
ദൈവം കറക്റ്റ് വേട് നമ്മുടെ വായി തരുവേ. അതിന് സാക്ഷ്യം പറയാൻ പേടിച്ച ആളിപ്പം മിനിസ്റ്റർ ആയല്ലോ. പ്രൈം മിനിസ്റ്റർ മിനിസ്റ്ററായി കഴിഞ്ഞ. അതുകൊണ്ട് എപ്പോഴും മിനിസ്റ്റേഴ്സ് പറയുമ്പോ എല്ലാം ഞാൻ ആ സ്കൂട്ടറിന്റെ ബൈക്കിൽ കാര്യം ഓർക്കും. മരിക്കരുത് പറഞ്ഞോണം, ഞാൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞോണം. നമ്മളെ ഞാൻ പറയാൻ വന്ന വിഷയം, എന്റെ അനുഭവസാക്ഷി ഞാൻ പറയാൻ വന്ന വിഷയം. ദൈവത്തിനറിയാം എവിടെ തൊടേണ്ടത്. കറക്റ്റ് സ്ഥലത്ത് ദൈവം തൊടും. ഞാൻ അന്ന് ചണ്ടവണം ജോലി ഓവർ ടൈം ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാ. ദൈവം ഒന്ന് തൊട്ടപ്പോ എഴുന്നേക്കാൻ വയ്യ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. പിന്നെ അങ്ങനെ ജോലിക്ക് പോകുന്നു. അപ്പോഴവിടെ അന്നേരമാണ് പെന്തക്കോസ്തുകാരൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. കിടന്നുകൊണ്ട് 3 മാസം ഒരു നേരം കഴിച്ചുകൊണ്ട് ഉപവാസം കൊടുക്കാം. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. എന്റെ വൈഫ് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ, തെറപ്പിസ്റ്റിനെ പോയി കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചെന്നാ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറെ കാണാൻ പോയപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത് പോവാ. വണ്ടിയിൽ അങ്ങ് എനിക്ക് നിൽക്കാനും ഒന്നും വയ്യ. വണ്ടിയിൽ ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് പോവാ. അപ്പം ദൈവം എന്നോട് ചോദിച്ചു, യാക്കോബിന് കൊടുത്ത ഉളുക്ക് തിരുമിക്കാനാവുന്നു നീ പോകുന്നെന്ന് എന്നോട് ചോദിച്ചു. യാക്കോബിന് തൊടയുടെ തടവത്ത് തൊട്ടപ്പോൾ ഉളുക്ക് പറ്റിയില്ലയോ, അത് തിരുമിക്കാനാവുന്നു നീ പോകുന്നെന്ന് എന്നോട് ചോദിച്ചു. വണ്ടി നേരെ യൂട്ടേൺ എടുത്തു, നേരെ വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞു എന്തിനാ പോകുന്നു, ദൈവം തന്നതല്ലേ. എന്നോട് പറഞ്ഞു ഈ വചനത്തിലും പ്രാർത്ഥനയിലും വിട്ടിരിക്കാൻ. എനിക്കറിയാം എപ്പോഴാണ് നിന്നെ തുറന്നു വിടേണ്ടത്. എത്ര പേര് കോന്നി ആനക്കൂട് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടുണ്ടോ കോന്നി ആനക്കൂട്? ഞാൻ കോന്നിയില്ല. വെരി ഗുഡ് വെരി ഗുഡ്. ദൈവാത്മാ പറഞ്ഞു ആ സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, കോന്നി ആനക്കൂടിലോട്ട് പോകണം, നിന്നെ ഒരു കാര്യം ഞാൻ പഠിപ്പിക്കാവൂ. അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് കോന്നി ആനക്കൂടിന് അവിടെ നിന്ന് കയറി. വണ്ടിയിലായിരുന്നു തോന്നുന്നു, കാറിലായിരുന്നു തോന്നുന്നു. അവിടെ ചെന്നപ്പോ എന്നോട് കാര്യം പറഞ്ഞു, ഇത് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ ഉണ്ടല്ലോ ഒത്തിരി ആനകളെ പിടിച്ച് കൂട്ടിനകത്തിട്ടിരിക്കുക. ഈ കൂട്ടിനകത്തിരിക്കുന്ന ആനകളൊക്കെ തുമ്പിക്കൈയൊക്കെ വെളിയിലോട്ട് നിർത്തി മിക്കവാറും തുമ്പിക്കൈകളൊക്കെ മുറിഞ്ഞ് രക്തമൊക്കെ ഒഴുകുക. രക്തം ഒഴുകുന്ന കണ്ടാലും ആനക്കാരും ഈ കൂട് തുറക്കത്തില്ല. ഞാൻ തുമ്പിക്കൈയിൽ കൂടെ രക്തമൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ ആനക്കാരൻ ഈ കൂട് തുറക്കത്തില്ല, ആനക്കൂട് തുറക്കത്തില്ല. എന്നോട് പറഞ്ഞു, നിനക്കറിയാമോ എന്തുകൊണ്ടാണ് തുറക്കാത്തത്? ഈ ആനക്കൂട് തുറന്നു കഴിഞ്ഞാൽ ഈ ആന എവിടെ പോകും? കാട്ടിലോട്ട് പോകും. കാട്ടിലോട്ട് ഓടും. അതിനാ തുറക്കാതിരിക്കുന്നത്. എന്നാൽ ആനക്കാരനറിയാം എപ്പോഴാണ് തുറക്കേണ്ടതെന്ന്. ഒത്തിരി നാൾ കഴിയുമ്പോൾ ആനക്കാരന് മനസ്സിലാവും ഈ ആന മരിഞ്ഞെന്ന്. ഇനി തുറന്നാല് കാട്ടിൽ പോകത്തില്ല, ആനക്കാരന്റെ കൂടെ നിൽക്കുമെന്ന് അറിയുമ്പോ മാത്രമേ തുറക്കത്തുള്ളൂ. എന്ന് പറഞ്ഞു, നിനക്ക് ഞാൻ തന്നിരിക്കുന്ന ഈ ബന്ധനം ഉണ്ടല്ലോ, മരിഞ്ഞ് മാത്രമേ ഞാൻ നിന്നെ തുറന്നു. ഇത് ആനക്കൂടിക്കൂടെ ദൈവം എന്നോട് സംസാരിച്ചു. മരിഞ്ഞെങ്കിൽ മാത്രം ഞാൻ തുറന്നു വിടും. ഞാൻ ഒന്നൊന്നും പേടിക്കണം, ഇത് കൂട്ടിനകത്ത് നിന്നെ ഇട്ടിരിക്കുകയാണ്. വചനം വായിക്കാനും തുടങ്ങി, പ്രാർത്ഥന തുടങ്ങി. 3 മാസം ഒരു നേരം കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വചനം വായിക്കാൻ പെന്തക്കോസ്തുകാരൻ വചനം വായിക്കാൻ തുടങ്ങി. ഇങ്ങനെ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാനിയേൽ പ്രവചനത്തിലേക്ക് കടന്നു വന്നു. ദാനിയേൽ പ്രവചനം 12-ാമത്തെ അവസാന വാക്യത്തിലേക്ക് വന്നപ്പം, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊണ്ടവർ ചിലർ നിത്യജീവനായി, ചിലർ നിത്യലജ്ജിക്കുമായി വീണു. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭു പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കുമെന്ന് ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളത്തിലേക്ക് വന്നു. അപ്പൊ ആരാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞപ്പോൾ സീതാത്മിനെ ബുദ്ധിമാൻ ആത്മാക്കളെ നേടുന്ന. അപ്പൊ ദൈവം പറഞ്ഞു, പ്രേതലോട് നീ ഒരു ബുദ്ധിമാനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ 3 മാസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ബൈബിൾ കോളേജിന്റെ അഡ്രസ്സ് വന്നു. ബൈബിൾ കോളേജിന്റെ അഡ്രസ്സും തന്നു. ഇന്ന ബൈബിൾ കോളേജിൽ പോകാനും പറഞ്ഞു, റോഡ് ഐലൻഡിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ. എന്താ അമ്മച്ചി പറയാ, 5 വർഷമാണ് ഞാൻ കറക്റ്റായിട്ട് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒന്നും ഗിവപ്പ് ചെയ്യരുത്. ഉറപ്പായി പ്രാർത്ഥിച്ചോണം. നമ്മുടെ പ്രാർത്ഥന
ഇപ്പം അപ്പസ്തലനായ പൗലോസിനെ തൊട്ടപ്പോൾ തൊടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, സ്ഥലത്ത് തൊട്ടോളൂ. ദൈവം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കൂട് തുറന്നാലും ഒന്നും പിന്നെ പല വഴിക്ക് പോകത്തില്ല, പിന്നെ കുടിക്കാൻ തോന്നത്തില്ല. ദൈവം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് അറിയാൻ അപ്പസ്തലനായ പൗലോസ് കുതിരപ്പുറത്താവാം എല്ലാവരെയും പിടിച്ചോണ്ട് പോകാൻ അധികാരപത്രവും പിടിച്ചോണ്ട് കുതിരപ്പുറത്ത് വന്ന ആളിനെ കൊട്ടയ്ക്കകത്താ പുറത്തിറക്കി. കൊട്ടയ്ക്കകത്ത് കുതിരക്കകത്തിരിക്കുന്ന കുതിരയുടെ മേളിലിരിക്കുന്ന ആളെങ്ങനെ കൊട്ടയ്ക്കകത്തിരിക്കാൻ പഠിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മര്യാദ ഏതവസ്ഥയിൽ ഇരിക്കാൻ പഠിച്ചു. കൊട്ടയ്ക്കകത്തിരിക്കാനും പഠിച്ചു, കുതിരയുടെ പുറത്തിരിക്കാൻ പഠിച്ചു, നടന്നു പോകാൻ പഠിച്ചു, ഏതവസ്ഥയിൽ ഇരിക്കാൻ പഠിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മര്യാദനാകും. ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ പേര് ചെയ്യാനൊക്കത്തു. പ്രതികളോട് ഏതവസ്ഥ ചിലപ്പോൾ ദൈവം പറഞ്ഞ് തറയിരിക്കാൻ പറഞ്ഞാൽ തറയിരിക്കാൻ പഠിക്കണം. ഏതവസ്ഥയിലും പഠിച്ചവരെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. പറഞ്ഞല്ലോ ഫിലിപ്പോസ് ശമരിയച്ചൻ, ഞാൻ എപ്പോഴും പറയാം, ഫിലിപ്പോസ് ശമരിയച്ചെന്ന് വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായി, രോഗികൾ സൗഖ്യമാവുന്നു, ഭൂതങ്ങൾ വിട്ടോടുന്നു, പട്ടണത്തിൽ വലിയ സന്തോഷം. ആ സമയത്ത് ഉടനെ ഫിലിപ്പോസിന് പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു മെസ്സേജ്, എങ്ങോട്ട് പോകണം? മരുഭൂമിയിലേക്ക് പോകണം. ആ മരുഭൂമിയിലോട്ട് പോകാൻ കാറുണ്ടോ? ഇല്ല, കാറൊന്നുമില്ല, നടന്നു പോകാനാ പറയുന്നത്. ഇത്രയും വലിയ മിനിസ്റ്റർ ചെയ്യുന്ന ആളെങ്ങനെ നടക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ദൈവം പറഞ്ഞ പോലെ മരുഭൂമിയിലേക്ക് നടന്നു പോയി. പിന്നെ പറഞ്ഞു ഓടാൻ പറഞ്ഞു, ഓടി. പിന്നെ പറഞ്ഞു രഥത്തേക്ക് കയറാൻ പറഞ്ഞു, രഥത്തേക്ക്. വ്യത്യസ്തക്കാരനെ ഷണ്ണം പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനം എടുക്കുന്നതിന് എന്ത് തടസ്സം? ഉടനെ വെള്ളത്തിലിറങ്ങി സ്നാനം. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഞാൻ തുണിയൊന്നും കൊണ്ടുവന്നില്ല. അതല്ല വിഷയം, തുണിയൊന്നും വേണ്ടെന്ന്. ബാഗൊന്നും ഞാൻ കൊണ്ടുവന്നില്ല സ്നാനപ്പെടുത്തില്ല. രണ്ടുപേരും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ മോനെ നീ തുണിയൊന്നും കൊണ്ടുവന്നില്ല, എനിക്കറിയാം, നിന്നെ ആത്മാവ് എടുത്തോണ്ട് പോവാ. ഇതുപോലത്തെ പ്രവൃത്തികൾ വെളിപ്പെടും. ദൈവാത്മാവ് പറയുന്ന അനുസരിക്കാം, ഒന്നും പേടിക്കരുത്. ഞാൻ ആ സ്നാനം കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ ഒരു പ്രാവശ്യം പറയാം. ഈ കർണാടകയിൽ ബെല്ലാരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ബെല്ലാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹിന്ദുക്കളിൽ നിന്ന് കടന്നു വന്ന ഒരു പാസ്റ്റ ഒരു മലയുടെ മേളിലാണ്. നല്ല ഒരു 100-300 പേരുള്ള എല്ലാ ഹിന്ദുക്കളിൽ നിന്ന് വന്ന വിശ്വാസികളാണ്, മൊത്തം ഹിന്ദുക്കളിൽ നിന്ന് വന്നതാണ്. അവിടെ ഒരു ദിവസം ഞാൻ പ്രസംഗിക്കാൻ പോകും. അവിടുന്ന് നമ്മുടെ ക്യാമ്പസിന് അവിടുന്ന് ഒരു 5-8 മണിക്കൂർ യാത്രയുണ്ട്. അവിടെ പോയി പ്രസംഗിക്കാൻ പോയപ്പം അവിടെ ചെന്നപ്പം പ്രസംഗം ഞായറാഴ്ച ദിവസമാണ്. രാവിലെ പ്രസംഗിക്കാൻ എല്ലാവരും ഉത്സാഹത്തോടും കേൾക്കുക. കേട്ട് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം പറഞ്ഞാൽ പറയാ 7 പേര് എഴുന്നേറ്റ് പറയാം, ഇപ്പം ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അപ്പം അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഒന്ന് സ്നാനപ്പെടുത്താൻ പോകും. ഞാൻ ഒരു ഡ്രസ്സും കൊണ്ടുവന്നിട്ട് ബൈബിളല്ല വേറെ ഒന്നുമില്ല, എൻ്റെ ഇല്ല. പാസ്റ്റർ ഒന്ന് സ്നാനപ്പെടുത്താമോ? ഈ പാസ്റ്റർക്ക് കാല് വയ്യാതിരിക്കുക, കാല് വെള്ളത്തിലിറങ്ങാൻ പ്രയാസമാണ്. എങ്ങനെയാ മറ്റുള്ളവരെയും കൊണ്ട് കാല് സ്നാനപ്പെടുത്തുന്നതായിരിക്കും. 7 പേർക്ക് ഉടനെ സ്നാനപ്പെടണം. വചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു സ്നാനപ്പെടുത്താം. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ തന്നെ എന്നോട് ചോദിക്കാം, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെങ്ങനെ വീട്ടിൽ പോന്നു? വേറെ ഡ്രസ്സ് കൊടുത്തിട്ടില്ല. എന്നോട് പറഞ്ഞു, അന്നേരം ദൈവാത്മാവ് എനിക്ക് വചനം തന്നേക്കണോ? ഫിലിപ്പോസ് വേറെ ഡ്രസ്സ് കൊണ്ടുവന്നായിരുന്നു ചോദിച്ചു. വചനം ഫിലിപ്പോസ് വേറെ ഡ്രസ്സിന്റെ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നീ അങ്ങനെ തന്നെ ചെയ്യാതെ. ഞാൻ വെള്ളത്തിലിറങ്ങി 7 ഹിന്ദുക്കളെയും സ്നാനപ്പെടുത്തി. ഹിന്ദുക്കളിൽ നിന്ന് കടന്നു വന്ന 7 പേരെ സ്നാനം ഒരു കാലത്ത് ഞാൻ മറക്കത്തില്ല. ആ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഒരു തൂവാല പോലും എൻ്റെ കയ്യിലില്ല. ആ നനഞ്ഞ ഡ്രസ്സോടുകൂടെ ആ പാസിന്റെ വണ്ടിക്കകത്ത് കയറി പാസിന്റെ വീട്ടിൽ പോയി. ഇപ്പോഴും ഞാൻ മറക്കത്തില്ല അത്. വീട്ടിൽ ചെന്നപ്പം അവിടെ ചെന്നപ്പോൾ എൻ്റെ ബാഗിനകത്ത് തുണി ഉണ്ടായിരുന്നു. എൻ്റെ തുണിയെല്ലാം മാറി. എനിക്കെന്തൊരു സന്തോഷമാണ്. ദൈവം പറയുന്ന അനുസരിച്ച് കഴിഞ്ഞാൽ സന്തോഷമാണ്. ഇതിലൂടെ ആനന്ദ നദി ഞാൻ കുടിപ്പിക്കുക. സ്തോത്രം. ആ സന്തോഷം. അവിടെ ചെന്നപ്പം അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ യാത്രയുണ്ട്. നമ്മുടെ ക്യാമ്പസിൽ പോകുന്ന 8 മണിക്കൂർ യാത്രയുണ്ട്. പറഞ്ഞു പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ. കല്യാണം കഴിച്ചിട്ട് ഇതുവരെ മക്കളേ ഇല്ല, 3 നാളായി മക്കളൊന്നും ഇല്ല. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കാരണം ദൈവാത്മാവിന്റെ വലിയ ഗൈഡൻസ് ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി വ്യക്തമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കൂടെ വന്ന ആളും ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് ക്യാമ്പസിൽ പോയി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്കൊന്ന് 1 വർഷം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു ആ പാസ്റ്റർ വിളിച്ചിട്ട് പാസ്റ്റർ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ വരണേ.
കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ വരണം. ഞാൻ അതിശയിച്ചു പോയി. പിന്നെ എനിക്ക് പോകാൻ ഒത്തിട്ടില്ല. കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ അവിടെ ചെന്നാൽ ഭയങ്കര ബിസിയാണ്. പലയിടത്തും പോകണ്ടായത്. ഞാൻ പറഞ്ഞു നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവാത്മാവ് പറയുന്നൊക്കെ അതേപടി അങ്ങ് അനുസരിച്ചിട്ടാണ് നമ്മളെ പ്രൈസിലോട് ദൈവം പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടുണ്ടല്ലോ. സ്തോത്രം. ബൈബിൾ കോളേജിലും പോയി ബൈബിൾ പഠിക്കുവാൻ തക്കോണം ദൈവം സഹായിച്ചു. പിന്നെ എൻ്റെ ഈ 3 മാസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എന്തോ എന്നെ ടച്ച് ചെയ്ത വിഷയം എന്ന് അറിയാമോ? ഇന്ത്യയിലെ ഏതെങ്കിലും ഗ്രാമങ്ങളുടെ പേര് പറഞ്ഞാൽ കണ്ണിക്കൂടെ കണ്ണീര് വരും. അപ്പോഴേ എനിക്കറിയാം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്കാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. വിളി മനസ്സിലായി. അത് കഴിഞ്ഞ് ബൈബിൾ കോളേജ് ചെന്നപ്പം അവിടെ പാസ്റ്റർമാരും പ്രവാചകന്മാരും പലരും വരും. ഒരാളവിടെ വന്ന് ഫ്രെഡി ക്ലാർക്ക് എന്ന് പറഞ്ഞ ഒരാൾ ആന്ന് തോന്നുന്നു, ഫ്ലോറിഡായിങ്ങളുടെ ഒരു കർത്താവിൻ്റെ ദാസൻ അവിടെ വന്ന് പേര് വിളിച്ചെൻ്റെ ഇന്ത്യയിലുള്ള വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു പേര് വിളിച്ച്. എത്രയോ വെള്ളക്കാർ അവിടെ ഇരിക്കുന്നതാണല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ പേര് വിളിച്ചു. അതുപോലെ ദൈവം പ്രൈസിനോട് ദൈവത്തിന്റെ വേല നമ്മളെ കൺഫേം ചെയ്തു വന്നു. അതുപോലെ ഞാൻ പറയുന്ന വിഷയമുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് പറയുന്ന പോലൊക്കെ ചെയ്താൽ മതി. ഈ വെള്ളം കുടിക്കുന്നതിന് അത് കഴിഞ്ഞ ശേഷമായിട്ട് ഈ ലോകത്തിന്റെ വെള്ളത്തെ പറ്റിയുള്ള ദാഹം എല്ലാം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എങ്ങനെയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആരെ കണ്ടാലും അവരെ സുവിശേഷം അറിയിക്കണം എന്നുള്ളൊരു താല്പര്യം ഉള്ളത്തിലേക്ക് കടന്നു വന്നു. അത് ഓർത്ത് ഞാൻ അത് മരിക്കുന്നവരെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അത് നഷ്ടപ്പെട്ടു പോകരുത്. ആ തിടുക്കവും ആവേശം നമ്മുടെ ദേശീയ ഇന്നലെ വൈകിട്ട് സാക്ഷ്യം പറഞ്ഞ പോലെ ആരെ കണ്ടാലും സാക്ഷ്യം പറയണം, സുവിശേഷം അറിയിക്കണം. ഇന്നും അങ്ങനെ പറയുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഉപസിക്കും. ആത്മഭാരം നഷ്ടപ്പെട്ടു പോയെന്ന് എൻ്റെ അർത്ഥം. ആരെങ്കിലും കാണുമ്പോൾ ഉണ്ടല്ലോ അവരോട് സുവിശേഷം അറിയിക്കണം എന്നുള്ള തിടുക്കവും ആവേശവും എൻ്റെ ഉള്ളിലില്ലെങ്കിൽ ആ ഭാരം നഷ്ടപ്പെട്ടു പോയെന്ന് എൻ്റെ അർത്ഥം. ചിന്തിക്കണമേ, നമ്മുടെ അടുത്ത വീടാ നമ്മളോട് ശത്രുവായിട്ടിരിക്കുന്നവരാണ്. എന്നാൽ അവരെല്ലാം ഉറങ്ങിക്കിടക്കും. അവരുടെ വീടിന് തീ പറ്റിയാൽ എത്ര ശത്രുവാന്ന് പറഞ്ഞാലും നമ്മൾ അവരെ തട്ടി ഉണർത്തും. ഇതാണ് ഒരുവൻ കർത്താവിനെ അറിയാതെ നടന്നാൽ അവൻ തീക്കകത്തായിരിക്കുന്നത്, നരകത്തിലെ തീക്കകത്തായിരിക്കുന്നു. ആ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വരണം. ആ വെളിപ്പാട് വന്നു കഴിഞ്ഞാൽ ആരെയും കണ്ടാലും ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഭരിക്കാം. അവരിന്ന് മരിച്ചാലോ ഇന്ന് കർത്താവ് വന്നാൽ അവർ സ്വർഗ്ഗത്തിൽ പോകുമെന്നാണ് ചിന്തിക്കേണ്ടത്. അതാണ് മിനിസ്ട്രി. അതിന് പല വിധത്തിലുള്ള മിനിസ്ട്രി ഉണ്ട്. എങ്ങനെ ആയാലും അതാണ് മിനിസ്ട്രി. ആത്മാക്കളെ രക്ഷിക്കുക, അവർ സ്വർഗ്ഗത്തിൽ പോകണം. അതിനുവേണ്ടി പ്രയർ ലൈനാണ് പ്രയർ ലൈന, പ്രീച്ച് ചെയ്യാനാണ് പ്രീച്ചിങ്, എന്ത് ചെയ്താലും വല്ല വിധാനം എല്ലാവരെയും ക്രിസ്തുവിൽ തേഞ്ഞവനാക്കുവാനാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞൊരു വിഷയമാണ്, ദൈവമേ നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നമ്പർ 1 ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവം നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചത്. ദൈവമേ നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. 119 175 വാക്യത്തിലാണ് വായിക്കുന്നത്. പിന്നെ ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ 30 സങ്കീർത്തനം 12 വാക്യം, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. പിന്നെ 115 സങ്കീർത്തനം 17 വാക്യത്തിൽ വായിക്കുന്നു, മരിച്ചവരും മൗനം ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. പിന്നെ നമ്മൾ സ്തുതിക്കാനും ആരാധിക്കുവാനാണ് ദൈവം നമ്മളെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കണം എന്തിനെല്ലാം നമുക്ക് സ്തോത്രം ചെയ്യണം, സ്തുതിക്കണം. നമ്പർ 1 ആയിട്ട് നോക്കുമ്പോൾ 139 സങ്കീർത്തനം 14 വാക്യം, ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിച്ചാൽ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് മെഡിസിൻ ഒക്കെ പഠിക്കുന്ന ഡോക്ടർമാർ ഒത്തിരി ഹമ്പിളാകും. ആ ദൈവം ഒരു മനുഷ്യനെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കി ശേഷം ജീവശാസ്ത്രം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായിട്ട് വന്നു. ആ മനുഷ്യനെ പറ്റി പഠിക്കാൻ 5, 6, 8, 10 വർഷം ഓരോരുത്തർ ഉപയോഗിക്കുന്നത്. ഇത് പഠിക്കും തോറും നമ്മൾ ഹമ്പിളായിട്ടിരിക്കും. അതായത് ഡോക്ടർമാർ മിക്കവാറും എല്ലാവരും ഹമ്പിളാണ്, ഒന്നും പ്രശംസിക്കാൻ ഒക്കത്തില്ല. നീ ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിച്ചാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയെ പറ്റി ഒന്ന് ചിന്തിക്കാനുണ്ടല്ലോ, നമ്മൾ മുട്ടുമേലും ദൈവത്തെ സ്തുതിക്കും. പിന്നെ നമ്മൾ വായിക്കുന്ന വിഷയമുണ്ടോ, രണ്ടാമത്തെ നമ്മൾ കൊലോസ്യ ലേഖനം 1 13 വാക്യം ആരെങ്കിലും വായിച്ചാട്ട് എന്തിനാ നമ്മൾ സ്തോത്രം ചെയ്യേണ്ട കാരണങ്ങൾ. കൊലോസ്യ ലേഖനം 1 13 വാക്യം വേഗം വായിച്ചാട്ട്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും
അതിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അയ്യോ, ഭയങ്കരമായ ദൈവം നമ്മൾ സൃഷ്ടിക്കുക, അതിന് സ്തോത്രം ചെയ്യണം. ഏറ്റവും വലിയ സ്തോത്രം എന്തിനാണെന്നറിയാമോ? നമ്മ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്നെ സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. നമ്മെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം തെരഞ്ഞെടുത്തിരിക്കുന്ന പുരോഹിത വർഗമാണ്. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങൾ നിങ്ങളെ ഇരുത്തിയിരിക്കണം. എവിടാ നമ്മളെ ഇരുത്തിയിരിക്കുക? അനുഗ്രഹം നമുക്കാ സകലവും നൽകിടുവാൻ പിതാവിനു ഗീതമാ. ആ പാട്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ? സ്തോത്രമുണ്ട്. ഏറ്റവും ദൈവത്തെ സ്തുതിക്കേണ്ട ഒന്നാമത്തെ കാരണം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് സന്തോഷത്തോട് സ്തോത്രം ചെയ്യണം. തന്നെ പലപ്പോഴും ഹിന്ദുക്കളായിട്ടും മുസ്ലിങ്ങളായിട്ടും ജനിച്ചവർക്ക് സത്യം അറിയാമെങ്കിലും ആ ബന്ധനത്തിൽ കിടക്കുന്നവർ പലരും പറഞ്ഞിട്ടുണ്ട്, ഈ സമുദായത്തിന്റെ ജാതിയുടെ കെട്ടിക്കിടക്കും അവർ ഇറങ്ങി വരാൻ പ്രയാസം. നമ്മൾ ദൈവത്തെ സ്തുതിക്കും. നമ്മളൊരു ക്രിസ്ത്യാനി ഭവനത്തിൽ ജനിച്ചല്ലോ, അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. എത്ര ദൈവത്തെ സ്തുതിക്കണമെന്നറിയാമോ? ഇപ്പം ബ്രാഹ്മണനായിട്ടോ പ്രജലോടെ ഹിന്ദുവായിട്ട് ജനിച്ചെങ്കിൽ അതിനകത്തു നിന്നൊക്കെ വരണമെങ്കിൽ വലിയ പ്രയാസമാണ്. എന്നാൽ ദൈവം അത് ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കും. അവിടെ കർണാടകയിലുള്ള വിശ്വാസികൾ പറയും, കർത്താവിൻ ദാസൻ ഇവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും പറയുന്ന കർത്താവിൻ ദാസൻ ഇവിടെ വന്നില്ലായിരുന്നു, ഞങ്ങൾ ഇപ്പോഴും ഹിന്ദുക്കളായിരുന്നു തന്നെയാണുള്ളത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് പിതാവിന്റെ സ്തോത്രം ചെയ്യാൻ നേരം വെളുക്കുന്നവരെ സ്തുതിച്ചാൽ ഒക്കത്തില്ല. നമുക്ക് വന്നിരിക്കുന്ന പ്രത്യാശ, ഇന്ന് കർത്താവ് വന്നാലും നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള പ്രത്യാശ എന്റെ ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരെഴുതി ഇരിക്കുക. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇരുട്ടിന്റെ അധികാരത്തിൽ സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നത് എത്ര സന്തോഷമാണെന്ന് അറിയാമോ? ഞാൻ എപ്പോഴും ഓർക്കുന്നത് കുമ്മനാട്ടല്ല പുനലൂര് ബദേൽ ബൈബിൾ കോളേജ്, സിമ്പിൾ കോളിൽ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്. ആ ബൈബിൾ കോളേജിലെ ആ സ്റ്റുഡൻസ് ഒക്കെ പുനലൂർ ടൗണില് ഞാൻ ഇപ്പോഴും ഓർക്കണം, സ്ഥലം ഓർക്കുന്നുണ്ട്. എപ്പോഴും പരസ്യവും നടക്കുമ്പോൾ ഈ പാട്ട് പാടിക്കേണ്ട പരസ്യവും നടക്കുന്നു. പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും, ശത്രുക്കാതെല്ലാം യുഗാന്ത്യകാലം നിത്യമാം പ്രഭാത ശോഭിതത്തിൽ കാട്ടിലെ രക്ഷപ്പെട്ടോരേരെ കൂടെ ആകാശി വിളിക്കും നേരം കാണും കർത്തൻ പേർക്കൊരാപ്പകേലധ്വാനം ഞാൻ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ സ്നേഹത്തിൽ വാർത്തലത്തിൽ എന്റെ വേല വിളിക്കും പേരുള്ളത് കൊണ്ട് സന്തോഷിച്ചോടാൻ ദൈവത്തിന് സ്തോത്രം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ബൈബിൾ കോളേജിലെ പിള്ളേര് സ്റ്റുഡൻസ് സ്തോത്രം ഒരു മുസ്ലിമിന്റെ കടയുടെ മുമ്പിൽ ഈ പരസ്യം പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും അറസ്റ്റ് ചെയ്തപോലെ ആയിരിക്കും. ഒറ്റക്കുഞ്ഞ് അങ്ങോട്ട് ചെന്ന് മൂവി എഴുത്തുമില്ല. പേര് വിളിക്കും നേരം കാണും പേരും. ആ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും അവിടെ നിൽക്കും. ആ പാട്ട് കേട്ടിട്ടുണ്ട്. ഈ പാട്ട് ആരാ എഴുതിയെന്നറിയാമോ? ആ പാട്ട് പുസ്തകത്തിൽ കിടക്കും. നാഗൽ സാഹിബ് എഴുതിയ എഴുതിയ ആ കർത്താവിന്റെ ദാസൻ എഴുതിയ നാഗൽ സാഹിബ് കണ്ടോ? ഇന്ത്യയിൽ നിന്ന് വന്ന് മലയാളം പഠിച്ചിട്ട് എഴുതിയ പാട്ടാണ്. മലയാളം പഠിച്ചിട്ട് എഴുതിയ പാട്ട്. എന്ത് അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണെന്നറിയാമോ? സ്തോത്രം. നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രത്തിന്റെ രാജ്യത്തിലാക്കിന് സന്തോഷത്തോട് സ്തോത്രം ചെയ്തോണം. കാരണം എന്റെ പേര് ജീവപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുക. പേർ വിളിക്കുമ്പോ എന്റെ പേര് ഇവിടെ കാണുമെന്ന് ആ ഉറപ്പും ധൈര്യവും. നിങ്ങൾ പറഞ്ഞല്ലോ ജീവപുസ്തകത്തില് ഒരിക്കലും എഴുതി വിചാരിച്ച പേര് എപ്പോഴും അവിടെ നിൽക്കത്തില്ല. എന്നോട് പാപം ചെയ്തവന്റെ പേര് മായ്ച്ചു കളയും.
എന്നാ പറയുന്നത്. എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ ജീവസ്തോതിയിൽ മാറ്റി. സ്തോത്രം. പിന്നെ നമ്മൾ സ്തോത്രം ചെയ്യുന്ന പറഞ്ഞു തീരാത്ത 1-2 കൊരിന്ത്യർ 9-15 വാക്യത്തിൽ വായിക്കുന്നു. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. യേശുക്രിസ്തുവിനെ നമുക്ക് ദാനമായി ചെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ വലിയ ദാനം എന്ന് പറഞ്ഞ പിതാവായ ദൈവത്തിന്റെ വലിയ ദാനം തന്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചതാണ് വലിയ ദാനം. കർത്താവ് ലോകത്തിൽ വന്നില്ലായിരുന്നു നമ്മളെവിടെ പോയന്? നമ്മളെല്ലാവരും നരകത്തിൽ പോയന്. ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. പിന്നെ പ്രജലോട് കൃപാവരങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ടാണ് ഈ അനേകം ദാനങ്ങളുണ്ട്. സ്തോത്രം. ഈ ദാനങ്ങളെ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം നമുക്കായി സ്വർഗത്തിലൊരുക്കുന്നു. അത് ദൈവത്തിന്റെ ദാനമായി ഒരു ഭവനം നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരുക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദാനങ്ങളും തികഞ്ഞ വരങ്ങളൊക്കെ ഉയർത്തുന്ന വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. എനിക്ക് സ്തുതിക്കാൻ ഒത്തിരി വകയുണ്ട്. കാരണം എന്റെ പേര് ദൈവോത്സവത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോയിരിക്കുകയാണ്. കൈപ്പണിയല്ലാത്തൊരു ഭവനം സ്വർഗത്തിന് എനിക്ക് ഒരുക്കിക്കൊണ്ട് ആ ഭവനം ഓർക്കുന്നുണ്ടല്ലോ. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. പിന്നെ സ്തോത്രം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്ന നല്ല ദേശത്തെ കുറിച്ച് അവന് സ്തോത്രം ചെയ്യണം. എവിടാ വായിക്കുന്നത്? ആവർത്തന പുസ്തകം 8-10 വാക്യത്തിൽ വായിക്കുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുക നമുക്ക്. പിന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ട കാരണം എബ്രായ ലേഖനം 13-14-15 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരബലം എന്ന ഇടവിടാതെ അർപ്പിക്കാൻ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഭവനമില്ല. നമുക്ക് വരുവാനുള്ളത്രേ നാം അന്വേഷിക്കുന്നു. അതുകൊണ്ട് അവൻ മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരബലമെന്ന സ്തോത്രയാകും ഇടവിടാതെ അർപ്പിക്കണം. എപ്പോഴും സ്തോത്രം ചെയ്യണം. സ്തോത്രം. പിന്നെ നമ്മൾ വായിക്കുന്ന സ്തോത്രം. പിന്നെ ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് എപ്പോഴും സ്തോത്രം കയറാം. മരണത്തെ പറ്റി ഭയമില്ല. പുസ്തകനാ പൗലോസ് പറയുന്നു, ആബ്സെൻസ് ഫ്രം ദ ബോഡി പ്രസന്റ് വിത്ത് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭം. ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചാൽ മരണം നഷ്ടം, കർത്താവിന് വേണ്ടി ജീവിച്ചാൽ മരണം ലാഭമാണ്. വായിക്കുന്ന മരണത്തിലും നമുക്ക് തന്നിരിക്കുന്ന വിജയം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പ്രൈസ് ദി ലോർഡ് അനേകം കാര്യങ്ങളുണ്ട് നമുക്ക്. നമ്മുടെ ജീവിച്ചിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ദൈവത്തെ സ്തുതിക്കാനാണ്, ദൈവത്തെ ആരാധിക്കാനാണ്. ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ. ഞാൻ നിനക്ക് സ്തുതി പാടേണ്ടതിന് നീ എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. അതായിരിക്കണം കീ വാക്യം. ആരാധനയ്ക്ക് ആരെങ്കിലും പറയുമ്പോൾ ശീലസിസ്റ്റോ ആരാധന ലീഡ് ചെയ്യുന്നവർ പറയുമ്പോൾ ഒരിക്കലും മടി കാണിക്കരുത്, പുറകോട്ട് നിൽക്കരുത്. ആരാധനയ്ക്ക് മുൻപന്തിക്കിരിക്കണം. ആരാധനയിൽ ആരും ഗ്രാജുവേറ്റ് ചെയ്യരുത്. ആരാധിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഉത്സാഹത്തോടെ ആരാധിക്കണം നമുക്ക്. പിന്നെ എന്തിനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഉദ്ദേശം? നമ്മൾ ജീവിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഉദ്ദേശം നോക്കിക്ക്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഹോദരന്മാരോട് നിന്റെ നാമത്തെ കീർത്തിക്കേണ്ടതിന്. സ്തോത്രം. എടുത്ത് വായിച്ചാട്ട് സങ്കീർത്തനം 22-ന്റെ 20, 21, 22 വായിച്ച്. സങ്കീർത്തനം 22-ാം സങ്കീർത്തനം 20, 21, 22 വേഗം വായിച്ചാൽ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാപതിയെ ഞാൻ നിന്നെ സ്തുതിക്കും, യഹോവഭക്തന്മാരെ അവനെ സ്തുതിക്കും. കണ്ടോ? ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കുവാൻ. എന്തിനാണെന്നറിയാമോ? വാളിങ്കൽ നിന്നും എന്റെ പ്രാണനെ നായുടെ കയ്യിൽ നിന്നും എന്റെ ജീവനെ വിടുവിക്കണമേ. കുടുംബത്തിന്റെ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമത്തിയെ ഞാൻ നിന്നെ സ്തുതിക്കും. അപ്പൊ സഹോദരന്മാരോട് നിന്റെ നാമത്തെ കീർത്തിക്കുവാൻ അതിനാണ് ജീവിച്ചിരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൗലോസ് പറയുന്നുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്,
റോമാലേഖനം 10:1 ഞാൻ എപ്പോഴും വായിപ്പിക്കുന്ന വാക്യമാണ്. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളത് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള അതാണ് യാതന. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം, ഒന്നാമത്തെ ദൈവത്തെ സ്തുതിക്കുക, രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരോട് നിന്റെ നാമത്തെ കീർത്തിക്കണം, ആരെ കാണാൻ വിചാരം അറിയിക്കണം. അതിനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉദ്ദേശം, അല്ലാതെ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്തോ ജീവിതത്തിന്റെ ലൈഫ് ഈസ് ടു ഡു സംതിങ് ഫോർ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതിനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. One life it will be soon be past. What we have done for the Lord will be last. ഒരു ജീവിതം പെട്ടെന്ന് അവസാനിക്കും. കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ, അല്ലാത്തതെല്ലാം ഇട്ടിട്ട്. ഇപ്പൊ നിന്റെ സഹോദരന്മാരോട്, എന്റെ സഹോദരന്മാരോട് നിന്റെ നാമത്തെ കീർത്തിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മുട്ടമേന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ആരാധിക്കുകയും അവർക്ക് വേണ്ടി ദൈവത്തോട് അഭയാർത്ഥന കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. സമയം കിട്ടുമ്പോൾ ആത്മാവിന്റെ ഗൈഡൻസിൽ അറിയിക്കുകയും ചെയ്യണം, മടിയായിരിക്കരുത്. ഇതിന്റെ കർത്താവ് ദാസി പറഞ്ഞു, കാർത്തിയാനിയോട് സുവിശേഷം അറിയിക്കണം. കാർത്തിയാനിയോട്. ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കാർത്തിയാനി ഉണ്ടായിരുന്നു. പറഞ്ഞു അതും പ്രേതലോട് അവർ മുണ്ടലക്കുന്നവരാ. സോദരൻ കാർത്തിയാനി. അവരുടെ മോളിപ്പം പ്രേതലോട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. പ്രേതലോട് അവർ ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ജീവിച്ചിരിക്കുന്നതിന് ഉദ്ദേശം എന്തോ നോക്കിക്ക്. 56 സങ്കീർത്തനം 13 വാക്യം വായിച്ച്. ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. അപ്പൊ ഞാൻ ജീവനോട് ഇരിക്കുന്നതിന് ഉദ്ദേശം ദൈവത്തിന്റെ കൂടെ നടക്കാനാണ്. എന്റെ ദൈവത്തിന് മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്. ആനോക്കിനോട് ചോദിച്ച് ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തോട് കൂടെ നടക്കുക. ആനോ 300 വർഷം ദൈവത്തോട് കൂടെ നടന്ന അവസാനം ദൈവം അങ്ങ് എടുത്തു, ജീവനോട് അങ്ങ് സ്വർഗത്തിലോട്ട് പോയി. യഹോവയുടെ മുമ്പാകെ നടക്കാനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പിന്നെ സ്തോത്രം. ഇനി നമ്മൾ നോക്കിക്കേ, എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 21, 22, 23 വായിച്ച്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം. എനിക്ക് ജീവിക്കുന്ന മരിക്കുന്ന ലാഭമാകുന്നു, എന്നാൽ ജനത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുക്കുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാഴ്ചയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോട് ഇരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും ഇരിക്കുമെന്നും അറിയുന്നു. താങ്ക് യു. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഉദ്ദേശം എന്നറിയാമോ? ഞാൻ ജഡത്തിൽ ജീവിക്കുന്നാലും എന്റെ വേലയ്ക്ക് ഫലം വരണം. ദൈവവേലയ്ക്ക് ഫലം വരാൻ വേണ്ടി നമ്മൾ ജീവിക്കണം. എന്തിനാ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്? നിങ്ങളല്ല തെരഞ്ഞെടുത്ത്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് ഫലം കായ്ക്കേണ്ടതിന്. ആ വാക്യം വായിച്ച്. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ ആ വാക്യം വായിച്ചു. വേഗം വായിച്ചേട്ടോ. നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. കണ്ടോ? നിങ്ങൾ പോയി ഫലം കായ്ക്കണമെങ്കിൽ ആ ഫലം നിലനിൽക്കണം. നിലനിൽക്കുന്ന ഫലം എന്ന് പറഞ്ഞാൽ പ്രൈസലോട് ചർച്ച് പ്ലാന്റിങ്. എവിടെ പോയിരുന്നാലും ഉണ്ടല്ലോ, കർത്താവിന് വേലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരെ ഒരു ആക്കണം അവിടെ. പ്രൈസലോട് ആരല്ലേ, അതോ ആര് പാസ്റ്റായിരുന്നാലും കുഴപ്പമില്ല, അവർ കർത്താവിന് വരവിന് വേണ്ടി ഒരുങ്ങി സ്വകരായിട്ട് പോകണം. അതേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. പ്രൈസലോട്. അപ്പം ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾ പോയി ഫലം കായ്ക്കണം. നമ്മൾ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന ഉദ്ദേശം എന്ന് അറിയാമോ? ദൈവവേലയ്ക്ക് ഫലം വരാനാ. ഫലമില്ലാത്തതിന് വെട്ടിക്കളയും മരത്തെ. നമ്മുടെ ജീവിതം കൊണ്ട് ഫലമില്ലെങ്കിൽ എന്തോ പ്രയോജനം? അതുകൊണ്ട് നമ്മൾ ദൈവവേലയ്ക്ക് ഫലം വരണം. 10 പേർക്ക് ഫലമുണ്ട്. കാരണം ആപ്പിൾ മരത്തിൽ ആപ്പിൾ ഉണ്ടാകുന്നത്, ആപ്പിൾ ഒരിക്കലും ആപ്പിൾ തിന്നുമോ? ആപ്പിൾ മരം ആപ്പിൾ തിന്നുമോ? പറഞ്ഞാട്ട് ആപ്പിൾ മരം ഒരിക്കലും ആപ്പിൾ തിന്നത്തില്ല. എന്തിനാണെന്നറിയാം? മറ്റുള്ളവർക്ക് വേണ്ടിയാ. ഇതുപോലെ ദൈവവേലയ്ക്ക് ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള ഫലം മറ്റുള്ളവർ അനുഭവിക്കണം. അവരങ്ങനെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവവേലയ്ക്ക് ഫലം വരണം. ഫലം നമ്മുടെ ജീവൻ കൊണ്ട് ഫലം വരണം. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉദ്ദേശം നോക്കിക്ക്.
9-ാം സങ്കീർത്തനം 13-14 വാക്യം വായിച്ച്. അമ്പേര ബദിക്കാര ഭൗഷ്യ ഖരബര ബസ്യാര ബൗരി. 9-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ വേഗം വായിച്ചോ. എന്നോട് കരുണയുണ്ടാകണമേ, മരണവാദികളിൽ നിന്നും എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പായിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ഞാൻ സിയോനിലെ പതിവാദികളിൽ നിന്റെ സ്തുതിയെയും ഒക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. അപ്പൊ നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ കർത്താവ് നമ്മളെ വീണ്ടെടുത്ത രക്ഷയെ ഓർത്ത് സന്തോഷിക്കേണ്ടതിനാണ് ജീവിച്ചിരിക്കുന്നത്. ആരുടെ മുമ്പിൽ പോകുമ്പോണ്ടല്ലോ നമുക്കൊന്ന് ജീവിക്കുന്ന പ്രത്യാശ. അത് മുമ്പേ പറഞ്ഞല്ലോ, സഹോദരൻ മുമ്പാകെ യഹോവയുടെ നാമത്തെ കീർത്തിക്കേണ്ടതിന് ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുപ്പിക്കുന്ന രാജീയ പുരോഹിതമാണ്. ആ രക്ഷയിൽ നമ്മളെപ്പോഴും സന്തോഷിക്കണം. രക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. സ്തോത്രം. പിന്നത്തെ ഉദ്ദേശം ഇദ്ദേഹത്തിന് അടുത്ത തലമുറയോട് ദൈവത്തിന്റെ പ്രവൃത്തി വിവരിക്കുവാനാണ്. എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അടുത്ത തലമുറയ്ക്ക് വേണ്ടി ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ച് പോകാനല്ല, നിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടതിന്. അടുത്ത് വായിച്ചാട്ട് 71-ാം സങ്കീർത്തനം 18-ാം വാക്യം. 71-ാം സങ്കീർത്തനം 18-ാം വാക്യം വേഗം വായിച്ചാട്ട്. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെ അറിയിക്കുവോളും വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കരുതേ. അത് ക്രിസ്തുവിന്റെ വാക്യമാ. പോലെ ഇരിക്കും. അതെന്റെ എനിക്ക് തന്ന വാക്യമാ. അത് നല്ല, ഇത് നല്ല വാക്യം, എഴുതി വെച്ചോണം, വിടരുത്. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം എന്നെ ഉപേക്ഷിക്കരുത്. അടുത്ത തലമുറയോട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എന്നെ ജീവിച്ചിരിക്കണമെന്ന്. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കരുതെന്ന് അറിയിക്കുവോളം ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ മക്കളോട് വരുന്നവരോട് സുവിശേഷം അറിയിക്കുവോളം എന്നെ ഉപേക്ഷിക്കരുതെന്ന്. പിന്നെ പിന്നെ അടുത്ത തലമുറയോട് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടത്. അത് യോവേൽ പ്രവചനം 1-ാം അധ്യായം 3-ാം വാക്യം വായിച്ച്. യോവേൽ പ്രവചനം 1-ാം അധ്യായം 3-ാം വാക്യം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. കണ്ടോ, ദൈവം കൊടുത്തിരിക്കുന്ന കമാൻഡന്റ് നോക്കിയേ. ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ച് പറയണം. ഇപ്പം ജീവിതത്തിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്ന 1-ാമത്തെ ഉദ്ദേശം ആരാധിക്കാനാണ്. എങ്ങനെ ആരാധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വായിക്കുന്ന വിഷയം, നമ്മൾ പറഞ്ഞ വിഷയം സഹോദരന്മാരോട് നിന്റെ നാമത്തെ കീർത്തിക്കുവാൻ. 3-ാമത്തെ ഉദ്ദേശം യഹോവയുടെ മുമ്പാകെ നടക്കാന്. ആനോക്ക് ദൈവത്തോടുകൂടെ നടന്നുപോലെ ദൈവം മുമ്പാകെ നടക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പിന്നെ ദൈവവേലിക്ക് ഫലം വരണം. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോണ്ടല്ലോ ഫലം കായ്ക്കുന്ന ആ ചെടിയത്ത് നട്ടിരിക്കുന്ന തക്കാലത്ത് ഫലം കായ്ക്കുന്ന ഇലപാടാത്ത വൃക്ഷം പോലെ ആയിരിക്കണം. അത് ചെയ്യുന്നതെല്ലാം സാധിക്കും. ദൈവവേലിക്ക് ഫലം വരണം. പിന്നെ എൻ്റെ രക്ഷയിൽ സന്തോഷിക്കുവാൻ. പിന്നെ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടതിന്. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ. പിന്നെ അടുത്ത തലമുറയോട് ദൈവത്തിന്റെ പ്രവൃത്തി വിവരിക്കുവാൻ. ഇതാണ് ജീവിതത്തിന്റെ ഉദ്ദേശം. ഇതിനു വേണ്ടി അടുത്ത തലമുറയെ ഉപദേശിക്കാൻ വേണ്ടി പലരും പല മിനിസ്ട്രി ചെയ്യും. ഓർഫനേജ് തുടങ്ങും, ചിലപ്പം സ്കൂളായിരിക്കും. എല്ലാത്തിന്റെ ഉദ്ദേശം ഇതാ. അടുത്ത തലമുറയോട്, വരുവാനുള്ള തലമുറയോട് നിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ, ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും രക്ഷയിൽ സന്തോഷിക്കുവാനും അനേകരെ കർത്താവിലേക്ക് നേടുവാൻ ഇതിനാ ദൈവം നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രവൃത്തി ഇന്നലെ നമ്മൾ വായിച്ച കർത്താവിന്റെ ദാസിന്ന് കേട്ട സാക്ഷ്യം പോലെ ജീവിച്ചിരിക്കുന്നതിന് ഉദ്ദേശം അതാ. ബാഗിനകത്ത് എല്ലാം എന്തുണ്ടായിരിക്കും? ഫാക്ട് ഉണ്ടായിരിക്കണം എവിടെ പോയാലും. പിന്നെ ഫോണൊക്കെ തന്നതിന്റെ ഉദ്ദേശം എന്ന് പറയാം 2 പേരോടെ വരും. നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന പലരും ഉണ്ടല്ലോ, എന്തിനാ പേടിക്കുന്നത്? 2 പേരോട് സൂചിച്ചായിട്ട് നല്ല വൃത്തിയായിട്ട് പറയണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
സ്നാനത്തിന്റെ ആലോചനയാണ് ശക്തമായിട്ട് പറഞ്ഞോണം. ഒന്നും പേടിക്കണം. എന്തിനാ പേടിക്കുന്നു? ആരെയും പേടിക്കുന്നു? കർത്താവിന്റെ നാമം നിമിത്തം പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. യഹോവ നമ്മോടുകൂടെ ഉണ്ട്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ അവർ ജയിക്കത്തില്ലെന്ന്. ഞാൻ നിന്നെ ഒരു പട്ടണമാക്കിയിരിക്കുക. അതുകൊണ്ട് ഞാൻ പ്രെയർ ലൈനിലുള്ള എല്ലാവരും ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോളേലും വിളിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട പലരുമുണ്ട്, ബന്ധനത്തിരിക്കുന്നവരുണ്ട്. അവരെ വിളിച്ച് പറയണം, ഫാദർ ചെയ്ത സുവിശേഷ പോലെ പോലെ ഭയങ്കര വലിയ അടുത്ത് കിടക്കുന്ന ഹിന്ദുക്കളോട് ദൈവം സംസാരിച്ച് സ്നാനപ്പെടാൻ കർത്താവ് അതിനോട് പറഞ്ഞ് അവരെ സ്നാനപ്പെടുത്തണം. ഈ ദൈവത്തെ അല്ലയോ നമ്മൾ സേവിക്കുന്ന? അധികാരത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ദൈവം രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന് വെള്ളം വിടുന്ന നീർത്തോട് കണക്കേ ഇരിക്കും. നമുക്ക് ആഗ്രഹമുണ്ടോ? പലരെ സ്നാനപ്പെടുത്താം. ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. അതിനുവേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. നെഹമ്യാവിനെ പോലെ ജെറുസലേമിന്റെ വാതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, ജനം കഷ്ടത്തിൽ കിടക്കും. ഇത്രയേ ഉള്ളൂ വാർത്ത. അതിനുവേണ്ടി 4 മാസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രവൃത്തിക്ക് വേണ്ടി നെഹമ്യാവിനെ ദൈവം ഉപയോഗിച്ചു. നെഹമ്യാവിന്റെ പേരിലൊരു ബൈബിളൊരു പുസ്തകം കൂടെ പിടിച്ചു. നെഹമ്യാവിന്റെ പേരിലൊരു പുസ്തകം. എന്താ നെഹമ്യാവ് ക്വാളിഫിക്കേഷൻ? പ്രാർത്ഥന തന്നെ, പ്രാർത്ഥന ഉപവാസം തന്നെ നെഹമ്യാവിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ദൈവം ഈ ദിവസങ്ങളിൽ ഈ പ്രേരണി കടന്നു വന്ന എല്ലാവരും എൻ്റെ ഉള്ളത്തിലെ ആഗ്രഹം അത് തന്നെയാണ്. മോശം പറഞ്ഞ എല്ലാവരും പ്രവാചകന്മാരായിത്തീരണം. അതാണ് എൻ്റെ ആഗ്രഹം. പ്രവചനത്തിന്റെ വെളിപ്പാട് എല്ലാവർക്കും ലഭിക്കണം. ആലോചന വലിയൊരു പ്രവൃത്തിയിൽ ശക്തിമാനുമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തോട് കൂടെ നടക്കാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.